ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയ ബ്രെഡ് ഒരു 3-4 എടുക്കുക. ചെറുതാണെങ്കിൽ 6 തൊട്ട് 8 വരെ എടുക്കാവുന്നതാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം മാത്രമാണ് ചേർക്കുന്നുള്ളത്. ഒരു പിടിയിൽ ഒതുങ്ങുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിനാണ് നല്ല ടേസ്റ്റാണ്. മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ച് വരണം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയോ ഏത് മസാല വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ അറബിക് മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് പൊടിച്ച് വരണം. ഇതേപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. നിങ്ങൾക്ക് കോഴിമുട്ട ഇതിലൊഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വെള്ളം കൂട്ടിയിട്ട് വരച്ചെടുത്താലും മതി. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോകരുത്. ഇതേപോലെ നല്ല കട്ടിക്ക് തന്നെ കിട്ടണം. ഇനി നമുക്കത് അവിടെ വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു മുട്ടയെ 4 ആയിട്ട് മുറിച്ചെടുക്കണം. ഇതേപോലെ 4 കഷ്ണങ്ങളാക്കണം. 2 മുട്ടയും കൂടി 8 കഷ്ണങ്ങളായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഇതിനെടുക്കാം. അങ്ങനെ 8 മുട്ട കഷ്ണത്തിന് വേണ്ടിയിട്ട് 8 ഡോ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുത്താൽ മതി. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ മുട്ട കഷ്ണം ഇതിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പൊതിഞ്ഞെടുക്കുക. മുട്ട പുറത്ത് കാണാത്ത വിധത്തിൽ വേണം ഇങ്ങനെ പൊതിഞ്ഞെടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെളിയിൽ വരാൻ പാടില്ല മുട്ട. എങ്കിൽ നമ്മുടെ സ്നാക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് മുട്ട വെളിയിൽ വരുമ്പോഴത്തേക്കും. ഇതേപോലെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒട്ടും തന്നെ ഇതിൽ ഓയിൽ കുടിക്കത്തില്ല. ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കാത്ത സ്നാക്കും കൂടിയാണ്. അപ്പോൾ ഈ നോമ്പിനൊക്കെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ലൊരു സ്നാക്കും കൂടി ആണ്. മുട്ടയും ബ്രെഡും ഒക്കെ എല്ലാവരും വീട്ടിലും കാണുന്ന ഒന്നാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ മാത്രം ചൂടാക്കി എടുത്താൽ മതി. അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ കാണുന്ന അത്ര ഓയിൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഓയിൽ നല്ലവണ്ണം ഒന്ന് ചൂടായിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒരു ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ബ്രെഡ് ആയതിൻ്റെ പേരിൽ ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. ഉണ്ടല്ലോ, ഇട്ട ഉടനെ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ മറ്റേ വശവും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്, ഈ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം ഇതേപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഓയിൽ ഞാൻ കാണിച്ചു തരാം. ഒട്ടും തന്നെ ഇതിൽ കൊടിക്കുന്നില്ല ഓയിൽ. ഇങ്ങനെ ഒരു ടോങ്സ് വെച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. വളരെ എളുപ്പത്തിൽ നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇത് അങ്ങനെയും കഴിക്കാം, അല്ലാതെ കെച്ചപ്പിൻ്റെ കൂടെയും കഴിക്കാം. കണ്ടല്ലോ, ഓയിലൊന്നും ആയിട്ടില്ല. ഇനി ഞാനിപ്പോൾ ഇതിനെ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഇപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. കണ്ടല്ലോ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ലൈക്കും തരണേ.